Hello guys, welcome back to the channel. Going to Ponmudi with bro. Guys, നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി അപ്പം എന്തായാലും പൊന്മുടിയിൽ കയറ്റി വിടൂല. Hello guys, welcome back to the channel. ഇന്നൊരു ചെറിയ വ്ലോഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. Going to പൊന്മുടി with bro. പൊന്മുടി പോയി കോട കാണാം. കോട കാണാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. നമ്മൾ കോട അല്ലേ ഇളിയ? യെസ്. കോട കാണുമായിരിക്കുമോ? ഗായ്സ് എവന്റെ കൂടെ നമ്മൾ എന്ന് എത്ര തവണ എവന്റെ കൂടെ പോയിട്ടും ഇന്നേ ഇവരെ കോട കണ്ടിട്ടില്ല. പൊന്മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്താണ്. പൊന്മുടി എന്ന് വെച്ചാൽ വലിയ ദൂരെയൊന്നും അല്ല. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു 46 കിലോമീറ്റർ ഉള്ളൂ. എന്റെ സ്ഥലം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം പാലോടാണ് ഗായ്സ്. പാലോട് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 46 ആ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പം പൊന്മുടിയിലോട്ട് പോണ ദൃശ്യങ്ങൾ കാണാം, കോട കാണാം, കൊരങ്ങൻ കാണാം, ആന കാണാം, പേമാരി കാണാം. നല്ല പേമാരി കാണോ? പേമാരി കാണുമോ? നോക്കാം. ഗായ്സ് അവനാണ് പഞ്ചാങ്കിരി നാഥൻ എന്നാണ് പേര്. പഞ്ചാങ്കിരി നാഥൻ. ഗായ്സ് കണ്ടിട്ട് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ നമുക്ക് കാണാം പേമാരി. പൊന്മുടിയില പേമാരി. ആംബുലൻസ്. അങ്ങനെ നമ്മൾ 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പൊന്മുടിയിൽ പോകും. പൊന്മുടി പോലുള്ള റോഡ് അവിടുത്തെ നോർമൽ റോഡ് ബ്ലോക്കാണ്. ആരെങ്കിലും വരണമെങ്കിൽ നോക്കിയോ. ഇവിടെ നിന്ന് ഈ വഴി നമ്മളെ ബോണക്കാട് റോഡ് കയറണം. ബോണക്കാട് റോഡ് കയറി ഇപ്പോൾ പുതിയായിട്ട് പൊന്മുടി പോകാൻ പറ്റും. അവിടെ ഒരു ചെറിയ പാലം എന്തോ പണി നടക്കണം. ഒരു ചെറിയ പാലമാണ്, അത് കെട്ടാനാണ് ഇത്രയും ടൈം ഇവർ പറയാൻ. ഗായ്സ് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോവേണ്ടത്. നേരെ പോയ ബോണക്കാട്. ഇപ്പോൾ പുതിയ റോഡ് ഇങ്ങോട്ട് പൊന്മുടി. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡുമാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ എവിടെ ഇറങ്ങുമെന്ന് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. വഴി റോഡിന്റെ ഫ്രണ്ട് കയറി കിടക്കാണ് ഗായ്സ് അവർ. അതും കൊച്ചിനെ വെച്ചുകൊണ്ടാണ് കയറുന്നത്. ഓട്ടോ നോക്കിയാണ് ഗായ്സ്. ഇത്ര നേരം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നു, ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട്. കാരണം തെറിച്ചു പോകണേ. അവൻ്റെ ഡ്രൈവിങ്ങിൽ തെറിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അയ്യേ ഗായ്സ്, പെട്ടെന്നുള്ളൊരു ചിന്തയിൽ ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ പൊന്മുടി പോകാൻ. മേളിലോട്ട്. പക്ഷേ മൊണ്ടിയായി ഗായ്സ്. ഐ ആം റിയലി സോറി. കാരണം എന്ന് വെച്ചാൽ ഇപ്പാണ് ഞാൻ സമയം നോക്കി. പൊന്മുടി കയറാനുള്ള സമയം എന്ന് വെച്ചാൽ 4 മണിയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പൊന്മുടി എൻട്രി ടൈം. ഇപ്പം നമ്മൾ താണ്ട സമയം 4:27 ഷിറ്റ്. ഒന്നാമത് മഴക്കാലവും മറ്റേ ഇതൊക്കെ പേമാരി ഇതൊക്കെ പ്രശ്നം. നമുക്ക് നോക്കാം, അവിടെ ചെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ റോഡിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൊന്മുടിയിലെ മെയിൻ റോഡ്. പൊന്മുടി കയറാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാതെ പോവുകയാണ്. നമുക്ക് നോക്കാം. പിന്നെ കയറ്റി വിടുകയില്ല, ക്ലോസ് ആണ്. അത് കയറ്റി വിടുമെങ്കിലും അവൻ്റെ ബന്ധു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കാറ് വിടൂലെന്ന്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായയും പഴംപൊരിയും കഴിച്ച് വേറെ സ്ഥലത്തോട്ട് പോവാം. പൊന്മുടി റോഡ്. ഇത് നമ്മളെ കാറ്. ഇതാണ് കാറ് കാഴ്ച. ഇവിടെ നല്ല കിടിലൻ ചായയും പഴംപൊരിയും കിട്ടും കാഴ്ച. ഇവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. നല്ല മുതുക്ക് പഴംപൊരിയൊക്കെയാണ് കിട്ടുന്നത്. ആരെങ്കിലും പൊന്മുടി പോകണമെങ്കിൽ വേണമെങ്കിൽ കയറി നോക്കിയാൽ നല്ലത് കിട്ടും. ഇപ്പം നമ്മളതിൽ ചായയും പഴംപൊരിക്കുള്ളൊരു ബഡ്ജറ്റ് ഇല്ല കാഴ്ച. അതുകൊണ്ട് എന്ന് വെച്ചാൽ ബീഫും പഴംപൊരിയും ചായ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് ചായയും പഴംപൊരി മാത്രം കഴിക്കാനാണ് പ്ലാൻ. ഇതാണ് കാർ. എങ്ങനെ ഉണ്ട്? കിടിലൻ ലുക്കല്ലേ? ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ മുതുക്ക് പഴംപൊരി. എവിടെ ഗായ്സ് ചായയും പഴംപൊരിയും കിടിലൻ വൈബല്ലേ ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാറ്. ഗായ്സ് നമ്മളങ്ങനെ ചായ കുടിച്ച് ഇവിടെ നിന്ന് ഇനി പോകാൻ പോവുകയാണ്.
പൊന്മുടി വ്ലോഗ് നമ്മൾ കൈവിടുന്നില്ല. എന്തായാലും ഇന്നത്തേക്ക് പറ്റൂല ഗൈസ്, പക്ഷെ നമ്മൾ പോയിരിക്കും സൂൺ. അത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ ബലേനയിൽ സെറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് എന്തായാലും പൊന്മുടി വ്ലോഗ് ഫ്ലോപ്പായിരിക്കുകയാണ്, കാരണം പോകാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ കൈവിടൂല, വീണ്ടും പോവും. ഞായതുകൊണ്ട് ഒരു 10-100 തവണ പോയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെ പറയാം, തൊലയ്ക്കോ വണ്ടി. ഗൈസ് എന്തായാലും പൊന്മുടി പോയ ബ്രോ ഒന്ന് പറഞ്ഞോട്ട് ബ്രോ. എന്തായാലും പൊന്മുടി പോകാൻ ഗൈസ് പറ്റിയിട്ടില്ല, കാരണം അങ്ങോരെ പോവാത്ത പെട്രോൾ 150 രൂപയ്ക്ക് അടിച്ച് തീർക്കണ്ടെന്ന് വിചാരിച്ചും. പിന്നെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു എന്തായാലും കയറാൻ പറ്റൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു പഴംപൊരിയും ചായയും നിങ്ങളത് കണ്ടില്ലേ, ഹാപ്പി അല്ലേ, സന്തോഷമായില്ലേ? ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ലോഗിൽ കാണാം.